സുജലാം സുഫലാം മലയജ ശീതലാം സുജലാം സുഫലാം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നാം ഓരോരുത്തരും പങ്കുകാരാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഡോൺ ബോസ്കോട്ടെ പുനലൂർ ഭാഗമായി ഇന്നിവിടെ ഒരു ചെറിയ പരിപാടി അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഇത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ പരിപാടിയിൽ എപ്പോഴും അങ്ങനെയാണ് ഔദ്യോഗിക യോഗം തുടങ്ങുന്നതിൻ്റെ ആരംഭ നടപടി എന്നത് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിനായിട്ട് നമ്മുടെ സ്വന്തം വിദ്യാർത്ഥികളെ ഇത്രയും സ്നേഹപൂർവ്വം Respected Father David William, Director of PDS and the Secretary of Don Bosco, and my dear students and my dear colleagues. On this proud occasion of Independence Day, I extend my warmest welcome to all of you. Today is the day to remember courage, sacrifice and grit of the great men and women who give us the priceless gift of freedom. National flag. Let us remember our slaves that freedom is the spirit of liberty, peace and progress alive in our heart of the occasion. Once again, I warmly welcome to all of this celebration. Jai Hind. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷങ്ങൾ പൂർത്തിയാകും. പത്രത്തിൽ ഞാൻ കണ്ടു ഇത് 78-ാമത്തെയാണോ 79-ാമത്തെയാണോ എന്ന് തർക്കം. കാരണം ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം അതുകൂടി ചേർത്ത് കൂട്ടുമ്പോഴാണ് 79 ആകുന്നത്. അല്ലെങ്കിൽ ഒരു വർഷം പൂർത്തിയായി. രാഷ്ട്രീയം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയ താല്പര്യമുള്ളവരല്ലേ പോകാം. രാഷ്ട്രീയം താല്പര്യമുള്ളവർ, ബാക്കിയുള്ളവർക്ക് രാഷ്ട്രീയം താല്പര്യമില്ല. ഞാനിത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ കുട്ടികളാണ്. ഞങ്ങളൊക്കെയാണ് ഓർക്കുട്ട് ഫേസ്ബുക്കൊക്കെ കണ്ട് ശീലിച്ചവരുള്ളത്. ഞാൻ ഈ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ നോക്കാറുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂസ്. എന്നിട്ട് അവർ തന്നെ ഓപ്ഷൻ തരും, നോട്ട് ഇൻട്രസ്റ്റഡ്. എന്നിട്ട് ചില പാർട്ടികളുടെ പേര് രാഷ്ട്രീയമാണ്, കക്ഷി രാഷ്ട്രീയം. അതിൽ താല്പര്യമുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഏത് കക്ഷി രാഷ്ട്രീയ പാർട്ടിയും നോക്കാതെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് അഭിനന്ദിക്കാനും മോശം തീരുമാനങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്ന ഒരു ചങ്കൂറ്റമാണ് ഞാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം. ഇത് പറയാൻ കാരണം നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊളിറ്റിക്കലി അത്ര അവയറായിരിക്കണം. നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. ഇതിന്റെ പോക്ക് എങ്ങനെയാണ്, ഇതിൽ നമ്മൾ വരുന്ന മാറ്റം എന്തൊക്കെയാണ്, ഇത് പല ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്മെന്റിനെ കാണുന്നത്, നല്ല കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, മോശമായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഈ നമുക്കറിയാമല്ലോ, ഈ ബസ്സിൽ വെച്ച് മോശമായിട്ട് മാത്രം പങ്കെടുക്കുന്ന ആൾക്കാരാണ്. വോട്ടെടുപ്പിൽ മാത്രം പങ്കെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കി 79-ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് മുഖത്ത് നോക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും കെട്ടിപ്പിടിക്കുവാനും കഴിയുന്ന സമൂഹം ഉൾപ്പെടുത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അതിനുള്ള തീരുമാനമെടുക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ പ്രാർത്ഥനകൾ നേരുന്നു. ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി ഈ കുമാസിൽ എന്ന ശാലുവിനെ ഇത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഗ്രിയിലെ അധ്യാപകരെ, ഏറ്റവും സ്നേഹമായ സുഹൃത്തുക്കളെ, നമ്മളിന്ന്
ഉദ്യോഗസ്ഥരുടെ അധ്യാപകരെ, കുട്ടികളെ, സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നമ്മൾ പരസ്പരം ആഘോഷിക്കാറുണ്ട്. സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. മഹാകവി കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നെ അർത്ഥം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, ഭാരതത്തിലെ മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം, അല്ലേ? കാരണം സ്വാതന്ത്ര്യമാണ് ജീവിതം, സ്വാതന്ത്ര്യമാണ് തൊഴിലാളികളൊക്കെ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ വീട്ടിൽ വന്ന് വേറൊരാൾ നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമുക്ക് ഇഷ്ടപ്പെടുമോ? സമ്മതിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? പക്ഷെ നമുക്ക് 100% താല്പര്യമില്ലാതെ നമ്മൾ അംഗീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി തന്നതുകൊണ്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്? ഞാൻ ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതും നിങ്ങളെല്ലാം എന്നെ കേട്ടിരിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മുടെ മുൻതലമുറയിലുള്ളതുകൊണ്ട്. അപ്പം ഇപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രരാണോ? അല്ല. നമ്മുടെ വിജയദശം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള സ്വാതന്ത്ര്യം ശക്തിയായിട്ടും അതോടൊപ്പം തന്നെ എന്താണ് സൈനികരായി, കാരണം പിന്നെ അതോടൊപ്പം പട്ടാളക്കാർ, നമ്മളൊക്കെ ഇവിടെ സുഖമായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിത സുരക്ഷയായിരിക്കുന്നവരാണ്. നമ്മുടെ അതിർത്തിയിലുള്ള അവരെ കൂടി ധീര ജവാന്മാർക്ക് മുമ്പിലും ഒരു കൂടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.